ഹലോ, ഇന്നൊരു സൺഡേ ആയിരുന്നു. ഞങ്ങൾ ഇസക്കുട്ടിയായിട്ടൊന്ന് പുറത്ത് വന്നതാണ്. അതിൻ്റെ സന്തോഷമാണ് ഇസക്കുട്ടിയുടെ മുഖത്ത് മൊത്തം കാണുന്നത്. പിന്നെ ഞങ്ങളുടെ സ്ഥിരം സെൽഫി. ഇന്ന് സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇനി ഇസക്കുട്ടീനെയും കൊണ്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയിരിക്കണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. ഞങ്ങളിങ്ങനെ നല്ലൊരു തണലുള്ള സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പം ഇസക്കുട്ടി അവിടെ കുറേ പിള്ളേർ കളിക്കുന്നത് കണ്ടിട്ട് ചേട്ടാ ചേട്ടാ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇരിക്കാനൊരു സ്ഥലമൊക്കെ വെറുതെ കണ്ടുപിടിച്ചതാ. ഇസക്കുട്ടിയുടെ സ്ഥിരം പരിപാടി ഓട്ടം തുടങ്ങി. ഓടാൻ വേണ്ടി നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ വരുന്നില്ലെന്ന് കണ്ടപ്പോൾ ഇസക്കുട്ടി പയ്യെ അപ്പയുടെ അടുത്തോട്ട് ഓടി. അങ്ങനെ ഇസക്കുട്ടി അപ്പയും കൂടെ കളി തുടങ്ങി. ഇസക്കുട്ടിക്ക് വലിയ ഇഷ്ടമാണ് എടുത്തൊക്കെ ഇങ്ങനെ കറക്കുന്നത്. അപ്പം അപ്പ ഇങ്ങനെ ഇസക്കുട്ടീൻ്റെ അടുത്തൊറ്റ കറക്ക്. അങ്ങനെ ഓടിക്കറങ്ങി ക്ഷീണിച്ച് ഞങ്ങൾ ചെന്നിരുന്നത് ഒരു നെല്ലിമരത്തിൻ്റെ ചുവട്ടിലായിരുന്നു. നിറയെ നെല്ലിക്ക. മഴയും കാറ്റൊക്കെ ആയതുകൊണ്ട് കുറേ നെല്ലിക്കയൊക്കെ ചുവട്ടിൽ ഇങ്ങനെ വീണ് കിടക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളതൊക്കെ പറക്കി ഇസക്കുട്ടിക്കിട്ട് എറിഞ്ഞു. ഇസക്കുട്ടി അതൊക്കെ പറക്കി ഞങ്ങൾക്കിട്ടും ഏറ് തുടങ്ങി. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് നെല്ലിക്ക പറക്കി അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിച്ചു. ഇസക്കുട്ടിയുടെ സന്തോഷമാണല്ലോ ഞങ്ങളുടെ സന്തോഷം. അങ്ങനെ പറക്കി എറിഞ്ഞപ്പോൾ ഉള്ള ഇസക്കുട്ടിയുടെ ആ ഒരു സന്തോഷം ഒന്ന് കാണേണ്ടതായിരുന്നു. അപ്പോൾ ഇസക്കുട്ടിക്ക് ഒരു നെല്ലിക്ക എടുത്ത് കൊടുത്തിട്ട് അമ്മയ്ക്കിട്ട് എറിയാൻ പറഞ്ഞു. അപ്പോൾ അവൾ എനിക്കിട്ട് എറിയാൻ വരുവാണേ. എനിക്കിട്ട് എറിഞ്ഞപ്പോൾ അവളുടെ ഒരു സന്തോഷമാണ് കേൾക്കുന്നത്. അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു മൈനേനെ കണ്ടു. അപ്പോൾ ഇസക്കുട്ടിക്ക് അതിനെ പിടിക്കണം. അപ്പോൾ പെട്ടെന്ന് അത് മരത്തിൻ്റെ പുറകിലോട്ട് പോയപ്പോൾ അത് കണ്ടില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പോവാം അതിനെ പിടിക്കാൻ പോകാൻ വേണ്ടി. അങ്ങനെയുള്ള മൈനേനെ കണ്ട് ഇസക്കുട്ടി ഇങ്ങനെ അതിനെ പിടിക്കാൻ വേണ്ടി അതിൻ്റെ പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണേ. കണ്ടു കഴിഞ്ഞപ്പോൾ അവൾ കൈ വിട്ടിട്ട് അതിൻ്റെ പുറകെ ഓടാൻ തുടങ്ങി. ഇസക്കുട്ടിക്ക് മൃഗങ്ങളെ ഒന്നും ഒരു പേടിയില്ല കേട്ടോ. മൃഗങ്ങളും പക്ഷികളെല്ലാം അവൾക്ക് ഒത്തിരി ഇഷ്ടം. അങ്ങനെ അതിനെ പിടിക്കാൻ ചെന്നപ്പം അത് പറന്നുപോയി കഴിഞ്ഞപ്പം ഇസക്കുട്ടിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. അങ്ങനെ ആ സങ്കടം ഒന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ കുറേ കുട്ടികൾ ബബിൾസ് കളിക്കുന്നത് കണ്ടിട്ട് ഇസക്കുട്ടിക്ക് ബബിൾസ് വേണം. പിന്നെ അപ്പം പോയൊരു ബബിൾസൊക്കെ മേടിച്ചിട്ട് വന്ന് ഇസക്കുട്ടി അന്നേരം ഭയങ്കര ഹാപ്പിയായി. പിന്നെ അവളിങ്ങനെ ഓരോ ബബിൾസും ഓടി നടന്ന് പൊട്ടിക്കാൻ തുടങ്ങി. അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ബബിൾസ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇസക്കുട്ടി പെട്ടെന്നൊരു പാട്ട് കേട്ടു. അങ്ങനെ പാട്ട് കേട്ടപ്പോൾ ഇസക്കുട്ടി ഡാൻസ് തുടങ്ങി. പാട്ട് എവിടെ കേട്ടാലും അപ്പം ഇസക്കുട്ടി ഡാൻസ് തുടങ്ങി. അങ്ങനെ ഇസക്കുട്ടിയുടെ ഡാൻസ് കലാപരിപാടി കഴിഞ്ഞ് അടുത്ത ഇസക്കുട്ടിയുടെ മാരത്തോണാണ്. ഇസക്കുട്ടി അപ്പനെ പിടിക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണേ. അങ്ങനെ ഓടി അപ്പം അടുത്ത് അപ്പം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇസക്കുട്ടി പിന്നെ അപ്പനായിട്ട് വട്ടം കറക്കാൻ തുടങ്ങി. അപ്പോഴേക്ക് ഉച്ചയായി. പതിയെ വെയിലൊക്കെ ആയി തുടങ്ങി. അപ്പം ഞങ്ങൾ പതിയെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇസക്കുട്ടി അപ്പോഴേക്കും അടുത്തായിരുന്നു. അവിടെ കണ്ട ഫ്രണ്ട്സിനോടൊക്കെ അവൾ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ പയ്യെ വീട്ടിലോട്ട് പോവാണ്. അവൾക്ക് പോകാൻ വലിയ മനസ്സൊന്നുമില്ല, എന്നാലും ഉച്ചയായതുകൊണ്ട് ഞങ്ങൾ പോവാണ്. അങ്ങനെ ഇസക്കുട്ടിയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറെ വീഡിയോസിലെ കൂടെ ഞങ്ങൾ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.